ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേജ് നമ്പർ 69. നെക്സ്റ്റ് ലെസൺ എടുക്കാം അല്ലേ? മഹാത്മാ ബുദ്ധ്, പേജ് നമ്പർ 69. നെക്സ്റ്റ് ലെസൺ മഹാത്മാ ബുദ്ധ്. മിസ് വായിക്കാം, ശ്രദ്ധിക്കണേ. कपिलवस्तु के राजा शुद्धोदन तथा रानी मायादेवी के पुत्र का नाम सिद्धार्थ था. कपिलवस्तु आधुनिक नेपाल राज्य में स्थित है. यह शाक्य वंश के क्षत्रिय राजाओं का परिवार था. सिद्धार्थ बचपन में राजमहल में पढ़े और बड़े हुए. 16 वर्ष की अवस्था में उनका विवाह यशोधरा नाम की सुंदर राजकुमारी से हुआ. उनका एक पुत्र भी था जिसका नाम राहुल था. 13 वर्षों तक वैवाहिक जीवन व्यतीत करने के बाद राजकुमार सिद्धार्थ जीवन में दुख, बुढ़ापा और मृत्यु इन अवस्थाओं को देखकर दुखी हो गए. वे मन ही मन इस रहस्य पर विजयी पाना चाहते थे कि जन्म क्यों होता है, बुढ़ापा क्यों आता है और मृत्यु क्यों होती है. राजमहलों में ऐसे कठिन प्रश्नों का कोई हल उन्हें न मिला. अतः एक रात चुपके से सोती हुई पत्नी यशोधरा और पुत्र राहुल को छोड़कर वे ज्ञान की खोज में निकल पड़े. राजवैभव छोड़कर वे भिक्षुक बनकर रोग, बुढ़ापा और मृत्यु इन प्रश्नों के उत्तर की खोज में निकल पड़े. उस समय सिद्धार्थ केवल 29 वर्ष के थे. पहले 1 वर्ष तक उन्होंने दर्शन शास्त्र का अध्ययन किया पर उन्हें कोई उत्तर न मिल सका. अतः वे कठोर तपस्या करने लगे. इन 5 वर्षों के तप में भी उनकी शंका का समाधान न हो सका. वे घूमते घूमते बोध गया जा पहुंचे. वहां निरंजना नामक नदी के तट पर वे एक पीपल के वृक्ष के नीचे ध्यान मग्न हो गए. അതുവരെ പറയാം. ഞാൻ കുറച്ചധികം വായിച്ചത് ആരെങ്കിലും വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ആരും കാണുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. കപിലവസ്തുവിന്റെ രാജാവ് ശുദ്ധോദൻ, അതുപോലെ റാണി മായാദേവിയുടെയും പുത്രനായിട്ടാണ് ആര് ജനിക്കുന്നത്? സിദ്ധാർത്ഥ്. കപിലവസ്തു കെ രാജ ശുദ്ധോദൻ തഥാ റാണി മായാദേവി കെ പുത്ര കാ നാം സിദ്ധാർത്ഥ था. അപ്പൊ സിദ്ധാർത്ഥിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര്, മാതാപിതാക്കാ നാം ക്യാ ക്യാ ഹെ? ശുദ്ധോദൻ തഥാ റാണി മായാദേവി. ഷോൺ, മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കല്ലേ? സാരില്ല കേട്ടോ, നീ എക്സാം കഴിഞ്ഞതിന്റെ ആ ഒരു ഓഫ് ഉണ്ട് എന്റെ മുഖത്ത്, പ്രശ്നമില്ല. പിന്നെന്താണ്? ക്ഷീണം പോലെ പനി ഉണ്ടായിരുന്നോ? പനിയില്ല, കഫക്കെട്ടോ അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട്. ഓ അതെ, ഓക്കെ ഓക്കെ. മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് പോലെയുണ്ട്. പറ്റുമെങ്കിൽ ഇരിക്കും കേട്ടോ ക്ലാസ്സില്. ഓക്കെ, അപ്പൊ കപിലവസ്തുവിന്റെ രാജാവായ ശുദ്ധോദന്റെയും റാണി മായാദേവിയുടെയും പുത്രനായിട്ടാണ് ജനിച്ചത് ആര്? കോൻ? സിദ്ധാർത്ഥ്. കപിലവസ്തു ആധുനിക നേപ്പാൾ രാജ്യമേ സ്ഥിതി ഹെ. പഴയ മുമ്പ് കാലത്തെ നേപ്പാൾ രാജ്യത്തിലാണ് കപിലവസ്തു എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അൻമരിയ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എത്ര മാർക്ക് ഉണ്ട് മോളെ? എത്രയുണ്ട് മാർക്ക്? നെറ്റ് പോയി. ഓക്കെ, അപ്പൊ നേപ്പാൾ രാജ്യത്തിലാണ് ഈ കപിലവസ്തു സ്ഥിതി ചെയ്യുന്നത് അല്ലെ? യഹ് ശാക്യവംശിക്കെ ക്ഷത്രിയ രാജാവും ക പരിവാർ ഥാ. ഇത് ക്ഷത്രിയ രാജാക്കന്മാരുടെ ഒരു ഫാമിലിയാണ്, ഒരു കുടുംബമാണ് ശാക്യവംശ്. ശാക്യവംശിലെ ക്ഷത്രിയ രാജാക്കന്മാരുടെ ഒരു ഫാമിലിയാണ്, പരിവാറാണ് ഇത് കപിലവസ്തു.
സിദ്ധാർത്ഥ് ബച്പൻ മേ രാജ്മഹൽ മേ പഠേ ഔർ ബഡേ ഹുയെ. അങ്ങനെ സിദ്ധാർത്ഥൻ കുട്ടിക്കാലത്ത് തന്നെ രാജകൊട്ടാരത്തിൽ നിന്ന് പഠിക്കുകയും അങ്ങനെ വളർന്ന് വലുതാവുകയും ചെയ്തു. 16 വർഷക്ക് അവസ്ഥാമേ, ഏകദേശം 16 വയസ്സ് പ്രായമായപ്പോഴേ ഉൻകാ വിവാഹ് യശോധര നാമകി സുന്ദർ രാജകുമാരി സെ ഹുവ. 16 വയസ്സുള്ളപ്പോൾ സിദ്ധാർത്ഥന്റെ വിവാഹം യശോധര എന്ന് പറഞ്ഞ സുന്ദരിയായ രാജകുമാരിയുമായിട്ട് നടത്തി. അപ്പൊ സിദ്ധാർത്ഥന്റെ അതായത് വിവാഹം കഴിച്ചത് യശോധരയായിരുന്നു. ഉൻകാ ഏക പുത്ര ബീത, അവർക്ക് ഒരു മകനുണ്ടായി. ജിസ്കാ നാം രാഹുൽ ദ, അവന്റെ പേരാണ് രാഹുൽ. അപ്പൊ ഓർമ്മിക്കണം, കപിലവസ്തുവിലെ രാജാവായ ശുദ്ധോദന്റെയും റാണി മായാദേവിയുടെ മകനായിട്ടാണ് സിദ്ധാർത്ഥൻ ജനിച്ചത്. അദ്ദേഹം എന്തായിരുന്നു, കുട്ടിക്കാലത്ത് തന്നെ കൊട്ടാരത്തിൽ നിന്ന് പഠിച്ചു വളർന്ന് വലുതായി. അങ്ങനെ 16 വയസ്സിൽ തന്നെ അവന്റെ വിവാഹം യശോധര എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായി നടത്തി. അവർക്ക് ഒരു പുത്രൻ ജനിച്ചു, അവന്റെ പേരാണ് രാഹുൽ. 13 वर्षों तक वैवाहिक जीवन व्यतीत करने के बाद राजकुमार सिद्धार्थ जीवन में दुख, बुढ़ापा और मृत्यु इन अवस्थाओं को देखकर दुखी हो गए. 13 വർഷത്തിലെ വിവാഹ ജീവിതത്തിന് ശേഷം അദ്ദേഹം രാജകുമാർ സിദ്ധാർത്ഥ് ജീവൻ മേ ദുഃഖ്, ബുഢാപ്പ और मृत्यु इन अवस्थाओं को देखकर दुखी हो गए. അതായത് വിവാഹം കഴിഞ്ഞ് 13 വർഷോം തക്ക്, തേരഹ് എന്ന് പറഞ്ഞാൽ 13 വർഷത്തോളം വിവാഹ ജീവിതം കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ആര്? സിദ്ധാർത്ഥൻ ചിന്തിക്കാൻ തുടങ്ങി. എന്തൊക്കെ ചിന്തിച്ചത്? ജീവിതത്തിലെ ദുഃഖങ്ങളും വാർദ്ധക്യാവസ്ഥ പിന്നെ മരണം, ഇതിനൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ആര്? സിദ്ധാർത്ഥ്. വേ मन ही मन इस रहस्य पर विजय पाना चाहते थे कि जन्म क्यों होता है, എന്തിനാണ് ജനനം, ബുഢാപ്പ ക്യോം ആതാ ഹെ, ആ ജനിച്ചവർക്ക് എന്തിനാണ് വാർദ്ധക്യാവസ്ഥ, അവർ മൃത്യു ക്യോം ഹോതി ഹെ, എന്തിനാണ് അവർക്ക് പിന്നീട് മരണം വരുന്നത് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. കോൻ? സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥാണ് അവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ. അതായത് വൈവാഹിക ജീവിതം കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, എന്തിനാണ് ഒരു ജനനം, ആ ജനിച്ചവർക്ക് എന്തിനാണ് ഒരു വാർദ്ധക്യാവസ്ഥ കൊടുക്കുന്നത്, ആ വാർദ്ധക്യാവസ്ഥ കഴിഞ്ഞ് എന്തിനാണ് അവർക്ക് ഒരു മരണം നൽകുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അതിനൊന്നും മറുപടി കിട്ടിയില്ല. രാജമഹലോമേം ഐസേ കഠിന പ്രശ്നവും കാ കോയി ഹൽ ഉനേം നമില്ല, അതിനൊരു പരിഹാരവും ആ രാജകൊട്ടാരത്തിന് ആരുടെ ഭാഗത്തുനിന്നും കിട്ടിയില്ല. ഏതിന്? ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ. അതുകൊണ്ട് एक रात चुपके से सोती हुई पत्नी यशोधरा और पुत्र राहुल को छोड़कर वे ज्ञान की खोज में निकल पड़े. അതുകൊണ്ട് ഒരു രാത്രിയിൽ മിണ്ടാതെ തന്നെ ഈ ഉറങ്ങുന്ന യശോധരയെയും അതുപോലെ തന്റെ മകനായ രാഹുലിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കൂടുതൽ അറിവ് നേടാനായി ആ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. തന്റെ രാജമഹൽ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു. ഷോൺ, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മോനെ? തുമ്മുന്ന ജലദോഷം പ്രശ്നമുണ്ടല്ലേ? നോക്ക്, വയ്യെങ്കിൽ ഇരിക്കണ്ട കേട്ടോ. ഓക്കെ. राजवैभव छोड़कर वे भिक्षुक बनकर रोग, बुढ़ापा और मृत्यु इन प्रश्नों के उत्तर की गोज में निकल पड़े. ആ രാജകൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം എന്താ ചെയ്ത്? ഒരു ഭിക്ഷുക് ബൻകർ, ഭിക്ഷുക് എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിക്കുന്ന ആള്, ഒരു ഭിക്ഷ യാചിക്കുന്ന രീതിയിൽ അദ്ദേഹം നടന്നു. എന്തിനൊക്കെ? രോഗവും വാർദ്ധക്യാവസ്ഥവും മരണവും ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട്, അതിന്റെ ആൻസറുകൾ, ഉത്തരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടന്നു. ഉ സമയ സിദ്ധാർത്ഥ് കേവൽ 29 വർഷക്കേത്, അദ്ദേഹത്തിന് അത്രേ വയസ്സായുള്ളൂ. 16 വയസ്സിലെ അദ്ദേഹം കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന് ഈ സമയത്ത് 29 വയസ്സാണ് പ്രായം. പഹലെ 1 വർഷ തക് ഉन्होंने ദർശൻ ശാസ്ത്ര का अध्ययन किया पर उन्हें कोई उत्तर न मिल सका. ആദ്യം അദ്ദേഹം ദർശൻ ശാസ്ത്ര, അദ്ദേഹം പിന്നെ എന്താ പറയണ്ടേ, ഓരോരോ ഇതില് നൈപുണ്യം നേടാൻ നോക്കി. പക്ഷേ ഫിലോസഫി പഠിച്ചു. അതിലും എന്തില്ല, ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ അതിലും ആൻസർ കിട്ടിയില്ല. വേ കടോർ തപസ്യ കർണലേക്ക്, അതുകൊണ്ട് അദ്ദേഹം കഠിനമായ തപസ് ആരംഭിച്ചു. ഇൻ 5 വർഷവും കെ തപ് മേ ഭി ഉൻകി ശങ്ക കാ സമാധാൻ ന ഹോ സക, 5 വർഷം തപസ് ചെയ്തിട്ടും അദ്ദേഹത്തിന് ഇതിനൊരു സമാധാനം കിട്ടിയില്ല. ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ, എന്തിനാണ് ജനനം, എന്തിനാണ് ആ ജനിച്ചവർക്ക് വാർദ്ധക്യാവസ്ഥ കൊടുക്കുന്നത്, അതിനുശേഷം മരണം എന്തിനാണ് നൽകുന്നത് എന്നതിനുള്ള ആൻസർ കിട്ടിയില്ല. വേ ഘൂംതേ ഘൂംതേ ബോധഗയ ജാ പഹുഞ്ച, അങ്ങനെ അദ്ദേഹം ചുറ്റിക്കറങ്ങി എവിടെ എത്തി? ബോധഗയ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി.
वहां निरंजना नामक नदी के तट पर वे एक पीपल के वृक्ष के नीचे ध्यान मग्न हो गए. നിരഞ്ജന എന്ന് പറഞ്ഞ നദിയുടെ തീരത്ത് അദ്ദേഹം ഒരു ആലിന്റെ കീഴെ ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. വഹീം അവിടെ പേജ് നമ്പർ നെക്സ്റ്റ് പേജ് എടുത്തേ 70. वहीम जीवन और मृत्यु का रहस्य उन्हें प्राप्त हुआ और इस ज्ञान के कारण वे बुद्ध या बोधिसत्व कहलाने लगे. ആ പിന്നെ ആലിന്റെ കീഴെ നിന്നുകൊണ്ട് അദ്ദേഹം ധ്യാനത്തിൽ അകന്നു. അപ്പോ അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് കിട്ടി? ജീവനും അതായത് ജീവിതം, മരണം, ഇതിന്റെ ഒക്കെ രഹസ്യം മനസ്സിലായി. ആ അറിവ് കിട്ടിയതിന് ശേഷം, ആ ബോധം വന്നതിന് ശേഷമാണ് സിദ്ധാർത്ഥന്റെ പേര് ബുദ്ധ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ബുദ്ധൻ, ശ്രീ ബുദ്ധൻ, ബുദ്ധ് അല്ലെങ്കിൽ ബോധിസത്ത്, ഈ രണ്ട് പേരിൽ അറിയപ്പെടാനുള്ള കാരണം ഇതായിരുന്നു. ആലിന്റെ കീഴെ. ഓക്കെ മോനെ ഷോൺ, മോൻ വീഡിയോ ഓഫ് ചെയ്തോ? നീ പിന്നെ ഇതിൽ കണ്ടാ മതി. ആൻമരി ഉണ്ടല്ലോ ക്ലാസ്സില്, നീ പോയിക്കോ, നിനക്ക് വയ്യാഞ്ഞിട്ടല്ലേ, നീ യൂട്യൂബിൽ പിന്നെ കണ്ടാ മതി. റെസ്റ്റ് എടുക്കുക കേട്ടോ. ഓക്കെ ആൻമരി, നമുക്ക് ക്ലാസ് എടുക്കാം അല്ലേ? ഓക്കെ. അവന് തീരെ വയ്യ, തുമ്മിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ. അപ്പോ അങ്ങനെയാണ് ഈ സിദ്ധാർത്ഥന് എന്ത് ബോധ് അല്ലെങ്കിൽ ബോധിസത്വം എന്നുള്ള പേര് വരാനുള്ള കാരണം ഇങ്ങനെയായിരുന്നു. എങ്ങനെ? ഈ ആലിന്റെ കീഴെ ഇരുന്ന ധ്യാനത്തിലൂടെ അദ്ദേഹത്തിന് ജീവനും അതായത് ജനനവും മരണവും എന്നതിനെ കുറിച്ചുള്ള രഹസ്യം ലഭിച്ചു. ഈ അറിവ്, ഈ ജ്ഞാൻ അല്ലെങ്കിൽ ഈ ബോധം അദ്ദേഹത്തിന് കിട്ടിയത് കാരണമാണ് അദ്ദേഹത്തിന് ബുദ്ധ് അല്ലെങ്കിൽ ബോധിസത്ത് എന്ന പേര് ലഭിച്ചത്. ഉസ്കെ ബാദ് അതിനുശേഷം വാരണസി बनारस के निकट सारानाथ के मृगवन नामक स्थान में उन्होंने पहला उपदेश दिया. അതിനുശേഷം അദ്ദേഹം പോയത് വാരണസിയിലായിരുന്നു. വഹീം അവിടെ വഹീം पर 5 ഭിക്ഷു उनके अनुयायी बनी. 5 സന്യാസിമാരെ ഇവർക്ക് അനുയായികളായി മാറി. ആർക്ക്? ഈ ബുദ്ധന്, ഈ സിദ്ധാർത്ഥന് കീഴെ 5 അനുയായികൾ ഉണ്ടായി. धीरे धीरे उनके धर्मोपदेशों को राजपुत्रों से लेकर സാധാരണ ജനത തക്ക് മാന്യ ലഗി. സാധാരണ ജനതയിലുള്ള ജീവിതം, എളിമത്ത ജീവിതം, ഇതായിരുന്നു അതിലൂടെ ഉപദേശത്തിലൂടെ നടത്തിയത്. ഉൻകെ ദ്വാര ചലായ ഗയ ധർമ്മ ബൗദ്ധ ധർമ്മ കഹലായ. അങ്ങനെ അദ്ദേഹം കൊണ്ടുപോയ ആ ധർമ്മം, അതിന്റെ പേരാണ് ബൗദ്ധധർമ്മം. ബൗദ്ധ ധർമ്മം എന്ന പേരിൽ അറിയപ്പെട്ടു. ധർമ്മമേം, ആ ധർമ്മത്തിൽ എന്തുണ്ട്? ഉനോനെ സത്യ അഹിംസ ഔർ പ്രേമ പർ ബൽ ദിയ. സത്യം, അഹിംസ, സ്നേഹം എന്നതിനാണ് പ്രാധാന്യം നൽകിയത്. അബ് വേ ഗൗതം ബുദ്ധ് കഹലാനിലേക്ക്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് ബുദ്ധ് ബോധിസത്വ എന്നുള്ള പേരിൽ നിന്ന്, സിദ്ധാർത്ഥ എന്നുള്ള പേരിൽ നിന്ന് ബുദ്ധൻ എന്നുള്ള പേരിലേക്ക് അറിയപ്പെട്ടു. ഇപ്പൊ അതിന്റെ പേര് ഗൗതം ബുദ്ധ് എന്നായി മാറി. ഉൻകെ ഉപദേശം കെ പ്രഭാവ് സെ ലോക ഉൻകെ ഭക്ത് ബൻതേ ഗയേ. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ട ജനങ്ങളൊക്കെ അവരുടെ ഭക്തനായി മാറി. വേ ഭഗവാൻ ബുദ്ധ് കഹ്ലാനിലേക്ക്. അങ്ങനെ ഭക്തനായത് കാരണം ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ഭഗവാൻ ബുദ്ധ് എന്ന് വിളിക്കാൻ തുടങ്ങി. उन्होंने भिक्षु संघ बनाए और अपने शिष्यों को बौद्ध धर्म के प्रचार के लिए पूरे भारतवर्ष तथा विदेश में भी भेजा. അദ്ദേഹത്തിന്റെ അനുയായികള്, സന്യാസിമാര്, അവരുടെ കീഴിലുള്ള ഒരുപാട് ശിഷ്യന്മാര് ബൗദ്ധധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലൊട്ടാകെ പല സ്ഥലങ്ങളിലും അന്യ വിദേശങ്ങളിലൊക്കെ യാത്രയായി. ആജ് ബി ബൗദ്ധ ധർമ്മ കെ സൻസാർ ഭർ മേ ലാഖോ അനുയായി ഹെ. ഇന്നും ഈ ബുദ്ധധർമ്മത്തിന്റെ കീഴിൽ ലോകം മുഴുവൻ ഒരു ലക്ഷക്കണക്കിന് അനുയായികൾ ഇന്നും ഉണ്ട്. अस्सी वर्ष की अवस्था में उनका निर्वाण कुशीनगर में हो गया. അങ്ങനെ 80 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ മരണം കുശിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നു. അദ്ദേഹം മരിച്ചത് 80ാമത്തെ വയസ്സിലായിരുന്നു. മനസ്സിലായോ ആൻമരിയ? മഹാത്മാ ബുദ്ധനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നോ? ഒന്ന് എല്ലാവരും ലെസൺ കേട്ടതിന് ശേഷം യൂട്യൂബ് ക്ലാസ് കണ്ടാലും ഒന്ന് ടെക്സ്റ്റ് അന്ന് തന്നെ വായിക്കണേ. വായിച്ചാൽ മാത്രമേ മനസ്സിലായോ. ഒന്നുകൂടി മിസ് ഒന്ന് മുഴുവനായിട്ട് പറഞ്ഞുതരാം. കപിലവസ്തുവിലെ രാജാവായ ശുദ്ധോദന്റെയും റാണി മായാദേവിയുടെയും പുത്രനായിട്ടാണ് സിദ്ധാർത്ഥൻ ജനിച്ചത്. ആ നേപ്പാൾ രാജ്യത്തിലാണ് ഈ കപിലവസ്തു സ്ഥിതി ചെയ്യുന്നത്.
ഇത് ശാക്യവംശത്തിലെ ക്ഷത്രിയ രാജാക്കന്മാരുടെ കുടുംബമാണ്. പിന്നെ കുട്ടിക്കാലത്ത് തന്നെ സിദ്ധാർത്ഥൻ രാജകൊട്ടാരത്തിലാണ് പഠിക്കുകയും അപ്പൊ വളരുകയും ചെയ്തത്. അപ്പൊ അങ്ങനെ 16ാമത്തെ വയസ്സില് അദ്ദേഹത്തിന്റെ വിവാഹം യശോധര എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായി, സുന്ദരിയായ പെൺകുട്ടിയുമായി നടത്തി. അവർക്കൊരു പുത്രൻ ജനിച്ചു. അവന്റെ പേരാണ് രാഹുൽ. അങ്ങനെ 13 വർഷത്തോളം വൈവാഹിക ജീവിതം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രാജകൊട്ടാരത്തിൽ നിന്നും എങ്ങനെയാണ് ജനിച്ചവർക്ക് എന്തിനാണ് വാർദ്ധക്യകാലം, ഈ വാർദ്ധക്യം കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് മരണം, എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ നൽകുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ 3 ക്വസ്റ്റ്യനും അദ്ദേഹം രാജകൊട്ടാരത്തിൽ നിന്ന് ചർച്ച ചെയ്തു. അതിന് ആർക്കും മറുപടി കിട്ടിയില്ല, ആൻസർ കിട്ടിയില്ല. അതിന്റെ ഭാഗമായി അദ്ദേഹം ഒരു ദിവസം രാത്രിയിലെ മിണ്ടാതെ തന്നെ തന്റെ ഉറങ്ങുന്ന ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു. ആ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട് അദ്ദേഹം ആദ്യം ഒരു ഭിക്ഷുക, അതായത് ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു യാചകൻ കണക്കെയായിരുന്നു മുന്നോട്ട് പോയത്. പക്ഷേ യാചകനായിട്ട് കൂടി അദ്ദേഹത്തിന് ആ 3 ക്വസ്റ്റ്യന്റെ അർത്ഥവും അതായത് ആൻസറും ലഭിച്ചില്ല. അങ്ങനെ പിന്നീട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ വയസ്സ് വെറും 29 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹം കൂടുതൽ അറിവ് നേടാൻ നോക്കി, ഫിലോസഫിയൊക്കെ പഠിച്ചു. അതിലും ഈ 3 ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയില്ല. അതിനുശേഷം അദ്ദേഹം 5 വർഷം തപസ് ചെയ്ത് അങ്ങനെ അദ്ദേഹം ചുറ്റിക്കറങ്ങി ബോധഗയ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിരഞ്ജന എന്ന് പറഞ്ഞ നദിയുടെ തീരത്ത് ഒരു ആലിന്റെ കീഴെ ഇരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. അവിടുന്നാണ് അദ്ദേഹത്തിന് മരണവും ജീവിതവും ഇതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ബോധം കിട്ടിയത്, അതായത് ഒരു അറിവ് ലഭിച്ചത്. ഈ ബോധം അല്ലെങ്കിൽ അറിവ് ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥ എന്ന പേര് പിന്നീട് ബോധിസത്ത് എന്നായി മാറി. അതിനുശേഷം അദ്ദേഹം വാരണസിയിലേക്ക് പോയി. അവിടുന്ന് 5 അനുയായികള് അദ്ദേഹത്തിന് ലഭിച്ചു. അനുയായികൾ പറഞ്ഞാല് സന്യാസിമാര്. അവർ മെല്ലെ മെല്ലെ ധർമ്മോപദേശം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ നോക്കി. അങ്ങനെ ബൗദ്ധധർമ്മം, അദ്ദേഹത്തിന്റെ ധർമ്മത്തിന്റെ പേര് ബൗദ്ധധർമ്മം എന്നായിരുന്നു. ആ ബൗദ്ധധർമ്മത്തിലെ സത്യവും അഹിംസയും സ്നേഹവുമാണ് എല്ലായിടത്തും പ്രചരിപ്പിച്ചത്. അത് ഇന്ത്യയിൽ ഒട്ടാകെ, അതായത് അന്യ രാജ്യങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാൻ വേണ്ടി അനുയായികളെ പറഞ്ഞേക്കേണ്ടായി. പിന്നെ അതുപോലെ ഈ എല്ലാ ഉപദേശങ്ങളും കേട്ട ജനങ്ങള്, അതായത് ബുദ്ധന്റെ അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ എല്ലാ ഉപദേശങ്ങളും കേട്ട ജനങ്ങള് അതിനുശേഷം അദ്ദേഹത്തെ ഭഗവാൻ ബുദ്ധ എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ ഈ ബൗദ്ധധർമ്മത്തിലെ ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. 80ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ മരണം കുശിനഗറിൽ വെച്ച് നടന്നു. ഇത്രയുമാണ് സിദ്ധാർത്ഥ ആ ലെസണില് പറയാനുള്ളത്, മഹാത്മാ ബുദ്ധനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. മക്കൾ ഇന്ന് തന്നെ അതിന്റെ വേർഡ് മീനിങ് എടുത്ത് എഴുതുക. ക്ഷത്രിയ രാജ, ക്ഷത്രിയ കിങ്, പരിവാർ ഫാമിലി, രാജ്മഹൽ പാലസ്, വൈവാഹിക ജീവൻ മാട്രിമോണൽ, വ്യതീത് പാസ്റ്റ്, ജീവൻ ലൈഫ്, ദുഃഖ് സോരോ, ബുഡാപ്പ ഓൾഡ് ഏജ്, മൃത്യു ഡെത്ത്, രഹസ്യ സീക്രട്ട്, അനുയായി ഫോളോവർ, വിജയ് വിക്ടറി, ദർശൻ ശാസ്ത്ര ഫിലോസഫി, തപസ്യ വർഷിപ്പ്, ശങ്ക ഡൗട്ട്, സമാധാൻ സൊല്യൂഷൻ, പീപ്പിൾ കാ വൃക്ഷ ട്രീ ഓഫ് പീപ്പിൾ, ബോധിസത്ത് എൻലൈറ്റ്മെന്റ്, ഭിക്ഷു സംഘ് ബേഗർ സൊസൈറ്റി, ബൗദ്ധധർമ്മ ബുദ്ധിസം, ശിക്ഷ ഡിസിപ്പിൾ. ഇത്രയും വാക്കുകള് വേർഡ് മീനിങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ട്. അത് നീറ്റായിട്ട് എഴുതുക. പിന്നെ അതുപോലെ എക്സാം എല്ലാവർക്കും നല്ലതായിരുന്നു അല്ലേ? എല്ലാവർക്കും ശ്രദ്ധിച്ച് എഴുതിയാൽ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന എക്സാം ആയിരുന്നു. ആൻമരിക്ക് എത്ര മാർക്ക് ഉണ്ട് ഞാൻ നേരത്തെ ചോദിച്ചതിന് എനിക്ക് ആൻസർ കിട്ടിയില്ല. നല്ല മാർക്കായിരുന്നു ആൻമരിയ? നെറ്റിന്റെ ഒരു കംപ്ലൈന്റ് കൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അടുത്ത എക്സാമിനെങ്കിലും ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി എല്ലാ നോട്ടും കറക്റ്റ് ചെയ്ത് എഴുതി വെക്കുക, അതുപോലെ പഠിക്കുകയും ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഈ ലെസണിന്റെ വേർഡ് മീനിങ് നിങ്ങൾ എഴുതി വെക്കുക.
അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞുതരാം. രാജകുമാർ സിദ്ധാർത്ഥ് കെ മാതാപിതാക്കാ നാം ക്യാ ഥാ? രാജാവായ സിദ്ധാർത്ഥന്റെ, രാജകുമാരനായ സിദ്ധാർത്ഥന്റെ അമ്മയുടെയും അച്ഛന്റെയും പേര് എന്തൊക്കെയായിരുന്നു? പിതാക്കാ നാം രാജാ ശുദ്ധോദൻ और माता का नाम റാണി മായാദേവി. എന്താണ് അതിന്റെ ആൻസർ? पिता का नाम राजा शुद्धोदन और माता का नाम റാണി മായാദേവി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിദ്ധാർത്ഥനെ രാജ്മഹൽ ക്യോം ചോട? എന്തിനാണ് സിദ്ധാർത്ഥൻ രാജകൊട്ടാരം ഉപേക്ഷിച്ചത്? എന്തിനായിരുന്നു? ജീവൻ മേ ദുഃഖ് ബുഢാപ്പ और മൃത്യു ആദി കെ ബാരെ മേ സോച്ച്കർ. ജീവിതത്തിലുള്ള സങ്കടവും അതുപോലെ വാർദ്ധക്യാവസ്ഥയും അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന മരണവും ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട്, അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജകൊട്ടാരത്തിൽ നിന്നും തന്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിയത്. ഉനി ബോധിസത്ത് ക്യാ കഹാ ഗയ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ബോധിസത്ത് അല്ലെങ്കിൽ ബുദ്ധ് എന്ന പേര് വരാനുള്ള കാരണം? ജീവൻ और मृत्यु का रहस्य उन्हें प्राप्त हुआ. അതായത് എന്താണ്, തപസ്സിലൂടെ അദ്ദേഹം ജീവിതവും മരണവും ഇതും തമ്മിലുള്ള ബന്ധം, രഹസ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അതിനുശേഷമാണ് അതിന്റെ പേര് ബുദ്ധ് അല്ലെങ്കിൽ ബോധിസത്ത് എന്നറിയപ്പെടാൻ കാരണം. ഉൻകെ ദ്വാര ചലായ ഗയ ധർമ്മ ക്യാ കഹലാതാ ഹെ? അദ്ദേഹത്തിലൂടെ കൊണ്ടുപോയ ധർമ്മത്തിന്റെ പേരെന്തായിരുന്നു? ബൗദ്ധ ധർമ്മ. ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. നെക്സ്റ്റ് പേജ് 71. വർത്തനി ശുദ്ധ കീജിയെ, കറക്റ്റ് ദി സ്പെല്ലിംഗ്. വർത്തനി ശുദ്ധ കീജിയെ കറക്റ്റ് സ്പെല്ലിംഗ് ആക്കുക. എന്താണ്? സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് എന്നിൽ എന്താക്കണം? സിദ്ധാർത്ഥ്. കപിലവസ്തു കപിലവസ്തു തന്നെയാണ്, അത് ശരിയാണ്. സുധോദൻ അല്ല, ശുദ്ധോദൻ. യശോധര യശോധര തന്നെ, അത് കറക്റ്റ് ആണ്. ബോധിസത്വ അല്ല, ബോധിയാണ്, ബായാണ് വേണ്ടത്. ബോധിസത്വ, വാ മാറ്റി ബായാക്ക, ബോധിസത്വ. അതുപോലെ ബൗദ്ധധരം എന്നല്ല, ബൗദ്ധ ധർമ്മ. ഭിക്ഷുന്ന് കാശു എന്നല്ല വേണ്ട, ഭിക്ഷു, ക്ഷാന്ന് അക്ഷരാവുണ്ട്, ഭിക്ഷു. നിരവാണല്ല, നിർവാൺ. വാന്ന് എന്നിട്ട് മുകളിൽ ഇർന്നുള്ള ചിഹ്നം ഇട്ടാലാണ് നിർവാൺ എന്നാവുക, നിർവാൺ. നെക്സ്റ്റ്, സഹി ഉത്തർ പർ ടീക്ക് കാ നിശാൻ ലഗായിയെ. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. നോക്കുക. സിദ്ധാർത്ഥ രാജാ ശുദ്ധോദൻ കെ പുത്രതെ. സിദ്ധാർത്ഥ രാജാവായ ശുദ്ധോദന്റെ പുത്രനായിരുന്നു. ശരിയാണോ തെറ്റാണോ? സഹിയാണോ ഗലത്താണോ? സിദ്ധാർത്ഥ രാജാവായ ശുദ്ധോദനന്റെ മകനായിരുന്നു. ശരിയല്ലേ? ശരി, ഓക്കെ. സഹി ഇടുക, ടിക്ക് ഇടുക. ഉൻകെ പുത്രക്കാ നാം രാഹുൽ ത. അദ്ദേഹത്തിന്റെ മകന്റെ പേര് രാഹുൽ എന്നായിരുന്നു. അതും ശരിയാണല്ലോ. ഓക്കെ, ശരി ഇടുക. വേ രാജകാര്യസേ ഡർക്കർ ഭാഗേ. അത് ശരിയാണോ തെറ്റാണോ? അതായത് രാജകാര്യത്തിൽ പേടിച്ചിട്ടാണ് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടത് അല്ല അല്ലെ? അദ്ദേഹം കൂടുതൽ അറിയാൻ വേണ്ടി, അറിവ് നേടാൻ വേണ്ടി, ജീവിതവും മരണവും ഇതിനെ കുറിച്ച് രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം പുറപ്പെട്ടത്. അപ്പൊ അത് തെറ്റ്. മൂന്നാമത്തെ തെറ്റാണ് വേണ്ടത്. നാലാമത്തെ എന്താണ്? ജബുനെ ബോധ് ഞാൻ പ്രാപ്ത് ഹുവാത്തോ വേ ബുദ്ധ് യാ ബോധിസത്വ കഹലായെ. അതിന് ബോധം, അറിവ് ലഭിച്ചതിന് ശേഷമാണ് അതിന്റെ പേര് ബുദ്ധ അല്ലെങ്കിൽ ബോധിസത്വ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് ശരിയാണല്ലോ, കറക്റ്റ് ആണ്. ശരി ഇടുക. ഉൻക കോയി ബി അനുയായി നഹീം ത. അദ്ദേഹത്തിന് ഒരു അനുയായികളും ഉണ്ടായിരുന്നില്ലേ? അതായത് കൂടുതൽ കുറെ അനുയായികൾ, 5 അനുയായികൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു അല്ലെ? കുറെ സന്യാസിമാരെ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പൊ അത് അനുയായി നഹീം ത, ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് കൊടുത്തിരുന്നത്. അപ്പൊ തെറ്റാണ്, ഉണ്ടായിരുന്നു. അപ്പൊ ആ 5ാമത്തത് തെറ്റ് നേടേണ്ടത്. ഇനി നമുക്ക് ഒരു ലെസണും കൂടിയേ ഉള്ളൂ അല്ലെ? റാണാക്ക ഭജൻ എന്നുള്ളൊരു ലെസണും കൂടിയേ ഉള്ളൂ, നാടകം പോലെയുള്ളത്. അതുപോലെ നെക്സ്റ്റ്, സംജ്ഞാ ശബ്ദവും കോ അലഗ് അലഗ് കർക്കെ ചാണ്ട് കർ ഫിർസെ ലിഖിയേ. താഴെ കൊടുക്കുന്ന കുറെ ഉദാഹരണം എടുക്കുക. ആ ഉദാഹരണത്തില് വ്യക്തിവാചക സംജ്ഞ ഏതാണോ അതിനൊരു ബോക്സ് വരച്ച് വ്യക്തിവാചക സംജ്ഞക്കെല്ലാം താഴെ എഴുതുക. ജാതിവാചകം ഏതാണോ അതെല്ലാം എഴുതുക. പിന്നെ ഭാവവാചകം എഴുതുക. ഇനിയിപ്പോ വ്യക്തിവാചകം എന്ന് പറഞ്ഞാൽ, വ്യക്തിവാചകം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികളുടെ പേരും
സ്ഥലത്തിന്റെ പേരുമാണ് വ്യക്തിവാചകം അല്ലെ. അപ്പൊ ഇതില് രാജാ റാണി എന്നല്ല, ശുദ്ധോദൻ എന്നതും ശുദ്ധോദൻ, രാഹുല്, സിദ്ധാർത്ഥ്, യശോധര, കപിലവസ്തു അത് സ്ഥലത്തിന്റെ പേരാണ്. ഇത്രയും എന്താണ് വ്യക്തിവാചക സംജ്ഞയില വരുക. വ്യക്തിവാചക സംജ്ഞയില് ഏത് സംജ്ഞാന്ന് എടുത്തതാണ് വേണ്ടത്? ശുദ്ധോദൻ, രാഹുൽ, സിദ്ധാർത്ഥ്, യശോധര, കപിലവസ്തു. ഇത്രയും എന്താണ് വ്യക്തിവാചക സംജ്ഞ. ജാതിവാചക സംജ്ഞയുണ്ട്. ജാതിവാചക സംജ്ഞ എന്ന് പറഞ്ഞാല് രാജ, റാണി, ശിഷ്യ, ദേശ് വിദേശ്, പീപ്പൽ കാ വൃക്ഷ്, നിരഞ്ജന നദി. ഇത് ജാതിവാചക സംജ്ഞയാണ്. ജാതിവാചക സംജ്ഞ. അതുപോലെ ബുഡാപ്പ, മൃത്യു, ദുഃഖി. ഇത് ഭാവവാചക സംജ്ഞയാണ്. അപ്പൊ എന്താ നമുക്ക് വേണ്ടത്? താഴെ കൊടുക്കുന്ന ഓരോ വാക്കുകളും വ്യക്തിവാചക സംജ്ഞ ഏതാണ്, ജാതിവാചക സംജ്ഞയാണ് വേർതിരിച്ചെഴുതുക. രാജ, റാണി, ശുദ്ധോദൻ, രാഹുൽ, സിദ്ധാർത്ഥ്, യശോധര, ബുഡാപ്പ, മൃത്യു, ദുഃഖി, ശിഷ്യ, ദേശ് വിദേശ്, കപിലവസ്തു, പീപ്പൽ കാ വൃക്ഷ്, നിരഞ്ജന നദി. ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതില് ശുദ്ധോദൻ, രാഹുൽ, സിദ്ധാർത്ഥ്, യശോധര, കപിലവസ്തു ഇത്രയുമാണ് വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേര് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് അവയൊക്കെ വ്യക്തിവാചക സംജ്ഞയിലാണ് മാറ്റേണ്ടത്. അതുപോലെ ഒരു ജാതി, ഒരു കൂട്ടത്തിന്റെ പേരാണ് നെക്സ്റ്റ്. ഏതൊക്കെ? രാജ, റാണി, ശിഷ്യ, ദേശ് വിദേശ്, പീപ്പൽ കാ വൃക്ഷ്, നിരഞ്ജന നദി. ഇതെന്താണ്? ജാതിവാചക സംജ്ഞയാണ്. സോറി, ആ നിരഞ്ജന നദി വ്യക്തിവാചകില വരുക കേട്ടാ. നിരഞ്ജന എന്ന് പേരുണ്ടല്ലോ, അപ്പൊ നിരഞ്ജന നദി വ്യക്തിവാചകില വരുക. നദി എന്ന് മാത്രമാണെങ്കിൽ ജാതിവാചകിൽ വരുള്ളൂ. നിരഞ്ജന എന്ന് പേരുണ്ടല്ലോ, പിന്നെ വ്യക്തികളുടെയും സ്ഥലങ്ങളുടെ ഒക്കെ പേരുണ്ടെങ്കിൽ എന്താവും? അത് വ്യക്തിവാചക സംജ്ഞയിൽ വരും. അപ്പൊ അത് വ്യക്തിവാചകില വരുക. അപ്പൊ ജാതിവാചകിൽ ഏതൊക്കെ വരും? രാജ, റാണി, ശിഷ്യ, ദേശ് വിദേശ്, പീപ്പൽ കാ വൃക്ഷ്. ഓക്കെ. ഇനി ഭാവവാചകമാണ്. വ്യക്തിവാചകം കഴിഞ്ഞ് ജാതിവാചകം കഴിഞ്ഞ് നെക്സ്റ്റ് ഭാവവാചകമാണ്. അതിന് ഏതൊക്കെ വാക്കുകളുണ്ട്? ബുഡാപ്പ വാർദ്ധക്യം, മൃത്യു മരണം, ദുഃഖി ദുഃഖിതൻ, പിന്നെയോ പീപ്പൽ കാ വൃക്ഷ നേരത്തെ പറഞ്ഞു അല്ലെ. ഇത്രയുമാണ് ഏത് ഭാവവാചക സംജ്ഞയില്. ബുഡാപ്പ, മൃത്യു, ദുഃഖി, ഇത് മൂന്നും. നെക്സ്റ്റ് വൺ വേർഡ് ഏതാണ്? ജോ ഭഗവാൻ കി ഭക്തി കർത്താ ഹേ. അയാൾക്ക് പറഞ്ഞൊരു വൺ വേർഡ് ഉണ്ട്. ജോ ഭഗവാൻ മേ വിശ്വാസ് രഖ്താ ഹേ, അദ്ദേഹത്തിന് പറഞ്ഞൊരു പേരുണ്ട്. ജിസേ ഭഗവാൻ മേം ആസ്ഥാ ന ഹോ, അതിന് പറഞ്ഞൊരു വൺ വേർഡ് ഉണ്ട്. ഭഗവാൻ കെ മന്ദിർ മേ പൂജ കർണേ വാല, അതായത് ഭഗവാന്റെ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന ആളെ പറഞ്ഞ പേര് നമ്മൾ പൂജാരി മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ കി പത്തർ സേ ബനി പ്രതിമ, ഭഗവാൻ ആ കല്ലുകൊണ്ടുണ്ടാക്കിയ പ്രതിമയ്ക്ക് പറഞ്ഞൊരു പേരുണ്ട്. അപ്പൊ ആ സെന്റൻസിന്റെ വൺ വേർഡ് എഴുതാനാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ മിസ് പിന്നെ എഴുതിട്ട് അയച്ചുതരാം കേട്ടോ. ഇനി ഏക ശബ്ദ കേലിയെ അനേക ശബ്ദ ലിഖിയെ. താഴെ ഒരു വേർഡ് ഉണ്ട് കൊടുത്തിട്ട്, അതിന്റെ ഒരുപാട് അർത്ഥവ്യത്യാസങ്ങൾ വരുന്നത്. രാജ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മീനിങ് ഉണ്ടെന്നാണ് എഴുതേണ്ടത്. മാസിക്, വാർഷിക്, സത്യവാദി, ശക്തിശാലി, ജംഗൽ. ഇതിന്റെ വെവ്വേറെ വേർഡ്സുകൾ, വെവ്വേറെ മീനിങ്ങൾ വരുന്ന വാക്കുകളാണ് എഴുതേണ്ടത്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? മഹാത്മാ ബുദ്ധ എന്ന ലെസൺ നന്നായിട്ട് വായിക്കുക. വായിച്ച് ഇന്ന് തന്നെ മനസ്സിലാക്കി എടുക്കുക. അതിലെ പേരുകളും അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേര്, വൺ വേർഡ് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ
എല്ലാം ഇന്ന് തന്നെ ബൈഹാർട്ട് ആക്കുക. അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി എല്ലാവരും ഇന്നേ റെഡി ആവുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ, ബൈ, സി യു. ഓക്കെ, ഫെയ്ത്ത് എത്ര മാർക്ക് ഉണ്ട് മോനെ? 17. 17. എന്ത് പറ്റി 8 മാർക്ക് എവിടെ പോയി? ക്വസ്റ്റ്യനാ മനസ്സിലാകാത്തെ. ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല അല്ലെ? ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല വേറെ നമ്പർ തന്നെ വിളിച്ചുകൂടായിരുന്നോ? ക്വസ്റ്റ്യൻ ഏതെങ്കിലും മീനിങ് മനസ്സിലാവാത്താണെങ്കിൽ അപ്പം മിസ് എടുക്കത്തില്ല, അപ്പം ബിസിയാന്നാ പറയുന്നത്. എന്റെലേക്ക് വിളിച്ചായിരുന്നോ? ആ മിസ് അപ്പം ബിസിയാന്നാ കാണിക്കുന്നത്. ഓഹോ, അങ്ങനെ പ്രശ്നം ഉണ്ടായി. ക്വസ്റ്റ്യൻ First തീരെ മനസ്സിലാവുന്നില്ല, ടഫാ. മിസ് അനിയത്തി വിളിച്ചപ്പോഴും അതേ കുഴപ്പം തന്നെയായിരുന്നു. ഫസ്റ്റ് ബിസി അവള് വോയിസ് കോൾ ഇട്ടുന്ന എന്റെ കണ്ടു. ഞാൻ താഴെ ഇരിക്കുമ്പോ അവിടെ റേഞ്ച് കുറവാണ്. അതാണ് താഴെ എക്സാമിന്റെ സമയത്ത് താഴെ ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ റൂമിൽ. അപ്പൊ അവിടെ റേഞ്ച് ഇല്ല. അപ്പൊ ചെറിയൊരു മിസ് കോൾ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഓക്കെ, അടുത്ത എക്സാമിന് ശ്രദ്ധിച്ച് എഴുതട്ടോ. മിസ് ഇതിന്റെ അകത്ത് കുറെ വേർഡ് മീനിങ് അല്ല മിസ്, ഇങ്ങനെ വിലോം ശബ്ദം വരില്ല മിസ്. അതപ്പോ ഞങ്ങള് വിചാരിച്ച ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത്. അതിന്റെ മണ്ടയ്ക്ക് വിലോം ശബ്ദം എഴുതിയിട്ടില്ലല്ലോ. മണ്ടയ്ക്ക് വിലോം ശബ്ദം ഒന്നും എഴുതിയിട്ടില്ലല്ലോ. മണ്ടയ്ക്ക് ഇല്ലല്ലോ. വൺ വേർഡ് ആകുമ്പോ മണ്ടയിലൊന്നും കൊടുക്കൂലല്ലോ. അതുകൊണ്ടൊരു കൺഫ്യൂഷൻ അടിച്ചു അല്ലേ? സാരില്ല. അടുത്ത എക്സാമിന് നന്നായിട്ട് മാർക്ക് വാങ്ങും കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, ബൈ, സി യു.